7th tournament season 1 KMG Arts and Sports Club മാവൂർ സംഘടിപ്പിക്കുന്ന ഹർഷം 24 ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അപ്പൊ നല്ലൊരു കിടിലൻ കൈയടി തരൂ ആദ്യം പ്ലീസ്. കാൽപന്ത് കളിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നാട് ഏതെന്ന് ചോദിച്ചാൽ അത് മലബാറിനെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളം ഒട്ടാകെ. കേരളത്തിലേക്ക് പുറത്തേക്ക് പോവുകയാണെങ്കിലും എവിടെ ചെന്നാലും കാൽപന്ത് കളിയുടെ താരരാജാക്കന്മാരുള്ള നാടാണ് നമ്മുടേത്. അങ്ങനെയുള്ള നമ്മുടെ നാട്ടില് ഹർഷം 24 ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് ആദ്യം ഇവിടെ കാഴ്ചവെക്കുന്നത്. ഈ സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് മുഖം ഡാൻസ് വേൾഡ് ആണ്. മുഖം ഡാൻസ് വേൾഡിന്റെ മാസ്റ്റർ ഇങ്ങനെ ഇവിടെ നടന്ന് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി നിങ്ങൾ എല്ലാവരും ഒരു കിട്ടിലും കൈയ്യടി ഇടുകയാണെങ്കിൽ നമ്മുടെ മുഖം ഡാൻസ് വേൾഡ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു അടിപൊളി വെൽക്കം ഡാൻസ് ഇവിടെ പെർഫോം ചെയ്യും. റെഡിയാണോ? ഒരു കൈയ്യടി കൊടുക്കാമോ? നമ്മുടെ മുഖം ഡാൻസ് വേൾഡ് ടീമിന്റെ മാസ്റ്റർ ഒരു കിടിലൻ കൈയ്യടി കൊടുക്കാമോ? താങ്ക് യു സോ മച്ച്. ഇത്രയും ഒരു വാം വെൽക്കം ഇന്നത്തെ നമ്മുടെ ഹർഷം 24 തന്നതിന് താങ്ക് യു സോ മച്ച്. സോ തീർന്നിട്ടില്ല കേട്ടോ, നമുക്ക് വേണ്ടിയിട്ട് ഇനിയും ഒരു പെർഫോമൻസും കൂടെ നമ്മുടെ പിള്ളേർ ഇവിടെ വന്ന് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യും. ബിഫോർ എല്ലാവരുടെയും നല്ലൊരു കൈയ്യടി കൂടെ വേണം കേട്ടോ. നമ്മള് സ്റ്റേറ്റ് കമ്മിറ്റി ഫ്ലാഗ് ആണ്. ഫ്ലാഗ് ഓഫ് ചെയ്ത വൺസ് അഗൈൻ നിങ്ങളുടെ എല്ലാവരുടെയും കിട്ടിയ കൈയ്യടിയും കൂടെ ഇൻവൈറ്റ് ചെയ്യുന്നു പ്ലീസ്. And SFS State Joint Secretary Mr. M.A. Latif അദ്ദേഹത്തെയും അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ എല്ലാ ഗസ്റ്റിനെയും ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം. Thank you so much. And moving on, നമ്മുടെ ടീം മാനേജേഴ്സ് അസോസിയേഷൻ ഫ്ലാഗിലേക്കാണ് ഇനി മൂവ് ചെയ്തത്. SFS And now let's move to the KMG Tournament Committee flag. Let's welcome Mr. Shafi P. Shafi sir മുന്നോട്ട് ക്ഷണിക്കുന്നു. അതോടൊപ്പം നമ്മുടെ എല്ലാ ഗസ്റ്റിനെയും പ്രസന്റ് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം.
ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട KMG ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ഷമീർ ബാബു ടിഎമ്മിന്റെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു. ജയ് ഹിന്ദ്. മഹത്തായ ഒരു സംരംഭം KMGയുടെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന ബോച്ചെ, നമ്മുടെ എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ബോച്ചെ വളരെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഔപചാരികമായി ഈ കർമ്മം ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി സാദരം ക്ഷണിക്കുന്നു. ഒപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കയ്യടിയോടെ അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. താങ്ക് യു. My dear friends, love you everybody. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. ഞാൻ എന്റെ തെണ്ടലൊക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഫംഗ്ഷനാണിത്. നിങ്ങൾക്കറിയാലോ, ചെയ്യാത്ത കുറ്റത്തിന് 18 വർഷം ജയിലിൽ കിടന്നു. അത് മാത്രമല്ല, മുമ്പിൽ ഭീതി, തൂക്കിക്കൊല്ലാൻ പോകുന്ന ഭീതിയോടുകൂടെ ഒരു നിരപരാധി കേൾക്കുമ്പോഴുള്ള ഒരവസ്ഥ ഉണ്ടായില്ല. ശരിക്ക് 14-ാം തീയതി ആവുമ്പോഴേക്കും ഫണ്ടൊക്കെ ആയി. അപ്പൊ ഈ ചലഞ്ച് ക്യാൻസൽ ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നെ ആലോചിച്ചു, വേണ്ട, പറഞ്ഞതല്ലേ, അത് നടന്നോട്ടെ. ആ ഫണ്ടും ഇന്ന് കിട്ടുന്ന, നിങ്ങൾ ചായപ്പൊടി വാങ്ങിച്ച് കിട്ടുന്ന ഫണ്ടും ബോച്ചെ പാർട്ട്ണർ എന്ന ലേബിളില് ഒരു കട അദ്ദേഹത്തിന് എവിടെയാണ് ഇഷ്ടം അവിടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോച്ചെ ടീ ലക്കി ഡ്രോ ചാലഞ്ച് ആണ് ഇന്ന് നടക്കുന്നത്. അതും കൂടെ കണക്കാക്കിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പിന്നെ നാളെ തുടങ്ങി സാധാരണ എല്ലാ ദിവസവും 10:30 നറുക്കെടുപ്പുണ്ട്. നിങ്ങൾക്കൊക്കെ ബോച്ചെ ടീ വാങ്ങാം. വെറും 40 രൂപയേ ഉള്ളൂ. ദിവസേന നറുക്കെടുപ്പ്. ബമ്പർ പ്രൈസ് 25 കോടി രൂപയാണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഉപജീവനം മുമ്പോട്ട് കൊണ്ടുപോകാൻ, ഉമ്മയെ സന്തോഷമായി പോറ്റി ജീവിക്കാൻ ഇനിയുള്ള കാലം അതിനുവേണ്ടി സഹകരിച്ച, ബോച്ചെ ടീ വാങ്ങി ആ ഫണ്ട് അബ്ദുറഹീമിന് വേണ്ടി സമാഹരിച്ച ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. പിന്നെ ജാതിമത കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി എല്ലാവരും ഒരു മനസ്സോടെ യോജിച്ചു കൈകോർത്തു നിന്നു. അതാണ് മലയാളി. ലോകത്തിന് അഭിമാനമാണ് മലയാളി. ലോകത്തിന് മാതൃകയാണ് മലയാളി. സംഭവം നമ്മള് ചാൻസ് കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെളിവാരി അറിയും. അത്യാവശ്യം പ്രശ്നങ്ങളും പാറവെപ്പും ഒക്കെ എല്ലാം ഉണ്ട്. ഇതൊക്കെയാണ്. ആണെങ്കിലും നമ്മുടെ ഒരു മലയാളിയെ, സഹോദരനെ സൗദിയിൽ കൊണ്ടുപോയി കഴുത്തറക്കാൻ കൊടുക്കാൻ നമ്മൾ വിടണ്ടെന്ന് തീരുമാനിച്ചു. അതിന് കൈകോർത്തു. അവിടെ ജാതി, മതം, രാഷ്ട്രീയം ഒന്നും നോക്കിയില്ല. അതാണ് മനസ്സ്, അതാണ് ചങ്കുറപ്പ്, അതാണ് മലയാളി ഒറ്റത്തന്തയ്ക്ക് ജനിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് കേരളം എന്ന് പറഞ്ഞാൽ, മലയാളി എന്ന് പറഞ്ഞാൽ അറിയാം. അതുകൊണ്ടല്ലേ ചന്ദ്രനിലെ ആദ്യത്തെ ചായക്കട വന്നാൽ അത് മലയാളിയുടെ ആയിരിക്കും. അതാണ് എല്ലാം മറന്നു നിന്നു. അതാണ്. അപ്പൊ അതിന് 1000 നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങള് ഫുട്ബോൾ കളി കാണാനാണ് സമ്മാനിക്കുന്നതാണ് കേട്ടോ. സ്നേഹം ആത്മാവായിട്ട് പറഞ്ഞുപോയോ? ഒരു വലിയ ആത്മാവ് രക്ഷിച്ചതിനാണ് അല്ലെ? ഒരു ജീവൻ ആത്മാവാതിരുന്നതിന്റെ സന്തോഷമാണ്. തീരുമാനിച്ച അങ്ങനെയാണല്ലോ. ഓടാൻ ഇറങ്ങിയപ്പോഴും അങ്ങനെ എടുത്തത്. അങ്ങനെ വിളിച്ചപ്പോ ചീത്ത പറയാനാണെന്ന് വിചാരിച്ചു. വന്നപ്പോഴാണ് 1 ലക്ഷം രൂപ എടുത്തു കൊടുത്തിട്ട് അതുകൊണ്ട് കൊടുക്ക്, അതെങ്ങനെ ആവട്ടെ. ഞാൻ ഷോക്കടിച്ചു പോയി. ഇന്ന് വരെ സംഭാവന ഒരു ക്രിസ്ത്യൻ അല്ലാത്തവർക്ക് കൊടുത്ത ആളുടെ മനസ്സ് മാറി. ഇപ്പൊ ക്രിസ്ത്യനും മുസ്ലിമും ഹിന്ദു ഒക്കെ അങ്ങനെ എല്ലാവരുടെയും പ്രസൻസും ഇൻവൈറ്റ് ചെയ്യുന്നു. ബോച്ചയാണ് ഈ ഒരു ആദരിക്കൽ ചടങ്ങ് നമുക്ക് വേണ്ടി നിർവഹിക്കുന്നത്. കൈയടിക്കാനാണോ കൂവാനാണോ എളുപ്പം? എളുപ്പമുള്ളത് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാ ഗസ്റ്റിന്റെയും പ്രസൻസും കൂടെ ഇൻവൈറ്റ് ചെയ്യുന്നു പ്ലീസ്. നമ്മുടെ KMGന്റെ പാർട്ടിൽ നിന്നുള്ളവരും SFAയുടെ. ബ്യൂട്ടിഫുൾ, നന്നായി വരച്ചിട്ടുണ്ട്. എന്താ പേര്?
എല്ലാവരും റൈറ്റ് വിംഗ് ബാക്ക് ഷാഫി ജേഴ്സി നമ്പർ 4, സെന്റർ ഫോർവേഡ് താഹിർ സബാൻ ജേഴ്സി നമ്പർ 18, ലെഫ്റ്റ് ഔട്ട് ബസൂസോ ജേഴ്സി നമ്പർ 7, റൈറ്റ് ഔട്ട് അഡ്വൈറ്റ് ജേഴ്സി നമ്പർ 10, സ്റ്റാർട്ട് ബൈ ബക്കർ ജേഴ്സി നമ്പർ 8, മോഹൻ ജേഴ്സി നമ്പർ 9. ഇന്നത്തെ മത്സരം നിയന്ത്രിക്കുന്നത് മിസ്റ്റർ ബാബ, അദ്ദേഹത്തെ സഹായിക്കുന്നത് ഷിഹാബ് ആൻഡ് കബീർ. KFC കാളികാവിന്റെ ജേഴ്സി അണിയുന്നത് ഗോൾ കീപ്പർ സിനാൻ ജേഴ്സി നമ്പർ 1, സ്റ്റോപ്പർ ബാക്ക് സാലിഹ് മുഹമ്മദ് ജേഴ്സി നമ്പർ 3, റൈറ്റ് വിംഗ് ബാക്ക് ഷാഹിദ് ജേഴ്സി നമ്പർ 17, ലെഫ്റ്റ് ബാക്ക് തഫ്സീർ ജേഴ്സി നമ്പർ 4, സെന്റർ ഫോർവേഡ് ആസിഫ് ബലോത്തലി ജേഴ്സി നമ്പർ 10, റൈറ്റ് ഔട്ട് കാബ് ബനാന ജേഴ്സി നമ്പർ 8, ലെഫ്റ്റ് ഔട്ട് ടെറി ജൂനിയർ ജേഴ്സി നമ്പർ 9, സ്റ്റാൻഡ് ബൈ ജോഹർ ജേഴ്സി നമ്പർ 12, ഇഷാൻ ജേഴ്സി നമ്പർ 7, സായി ജേഴ്സി നമ്പർ 13, സ്റ്റോഡിക്കത്തിൽ ഗ്രീൻ കളർ ജേഴ്സികൾ ഐബ ഫുഡ്സിലും ഷാഹദി. റിയൽ ഹീറോ ബോച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡെലീഷ്യസ് കേക്ക് ആണ്. അപ്പോ സജ്ജനത്തെയും കൂടെ ഉണ്ട്. ആൻഡ് നമ്മുടെ SFA ടീമും KMG ടീമും ഒക്കെ ജോയിൻ ചെയ്യാണ്. കേക്ക് കട്ട് ചെയ്യാം അല്ലേ? റെഡി? ഇവിടെ മറ്റൊരു സന്തോഷമുണ്ട്. ഈ വയനാട് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കോർഡിനേറ്റർ ആണ് പട്ടു. ആളുടെ സിസ്റ്റർ ആണ്. ആള് ഭയങ്കര സൂപ്പർ ആക്റ്റീവ് ആണ് ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ. താങ്ക് യു. പിന്നെ ഇത് ഭയങ്കര ചതിയായി പോയി. റിയൽ ഹീറോ ബോച്ചെ എന്ന എന്റെ ഫോട്ടോ ഒക്കെ ഇതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറയാ എന്നെ കട്ട് ചെയ്യണം. എന്നെ ഞാൻ മുറിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, സൈഡ് മുറിക്കാം. താങ്ക് യു സർ. താങ്ക് യു ബോച്ചെ. സൈദലവി കാടാമ്പുഴ. സൈദലവി കാടാമ്പുഴ. ഒരു കയ്യടി കൊടുത്തേ. അത് അബ്ദുൽ റഹീമിന്റെ ഇതിനു വേണ്ടിയിട്ടാണ്. കോച്ച് നിങ്ങളെ കാണാൻ നിങ്ങളുടെ സീറ്റിലേക്ക് വരുന്നതാണ്. ഇവിടെ കൂടി നിൽക്കരുത് എന്നറിയിക്കുകയാണ്. എന്തോ ഒരു ഏതാ ടീം പോലെട്ടോ സ്റ്റാജിന്റെ ഞാൻ അതിലൂടെ നടന്നു. അയാൾ വരുന്നുണ്ട്. അത് വൈകുന്നേരം കഴിയല്ലോ, 4 മണിക്കട്ടെ.
ഉണ്ടല്ലോ അവിടെ കളി തുടങ്ങിയപ്പോൾ രണ്ട് ബോക്സ് അത് ആദ്യം നടത്തുന്ന പരിപാടി ഇത്ര വലിയ വിജയിച്ചു കാരണം ഇങ്ങനെ സെക്ഷനിൽ പോയത് എന്താ വെച്ച് കഴിഞ്ഞാല് ആ ബോട്ട് വരുന്നതിന്റെ മുന്നേ രണ്ട് ബോക്സ് ഖഡോഡി ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.